സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ ഹൃദയാഘാതമെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. വിദഗ്ധസംഘം എം.ടി. നിരീക്ഷിക്കുകയാണ്. ശ്വാസതടസ്സത്തെ തുടർന്നാണ് എം.ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സാഹിത്യകാരൻ എം.എൻ. കാരശ്ശേരി, സംവിധായകൻ ഹരിഹരൻ, മന്ത്രിമാരായ എ.കെ. ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ് എന്നിവർ ആശുപത്രിയിലെത്തി എം.ടിയെ സന്ദർശിച്ചു. ഇവരുമായി ദിഷ്ന ചേരുകയാണ്. ദിഷ്ന, ഹൃദയാഘാതമാണ്. മെഡിക്കൽ ബുള്ളറ്റിൻ അത്തരത്തിൽ വിശദാംശങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെയും ആശുപത്രിയിലെത്തി ഇവിടെ എം.ഡിയെ സന്ദർശിക്കുന്നു എന്നതാണ്. അല്പസമയത്തിനകം PS ശ്രീധരൻപിള്ള ആശുപത്രിയിലെത്തി എം.ഡിയെ സന്ദർശിക്കുമെന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതാണ്. കഴിഞ്ഞ 15-ാം തീയതിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് മരുന്നുകളോടും ഒന്നും തന്നെ പ്രതികരിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം. പിന്നീട് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിനിലും വളരെ വ്യക്തമായി തന്നെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. MA ബേബി അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അല്പസമയത്തിനകം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുമെന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും KP നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ദുഃഖകരമായ വാർത്ത തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആരോഗ്യനിലയിൽ യാതൊരു തരത്തിലുള്ള പുരോഗതിയും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. KP സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സാഹിത്യത്തിലെ പകരം വെക്കാനില്ലാത്ത ഒരു സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ നിലയാണ് ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാള സാഹിത്യത്തിലെ പ്രധാനികൾ എം.എൻ. കാരശ്ശേരി പോലുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭരായ നിരവധി ആൾക്കാർ അവിടെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. അതേസമയം തന്നെ അനവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധക ലോകം എന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാരണം അദ്ദേഹം കഥയിലൂടെയും നോവലിലൂടെയും സിനിമയിലൂടെയും സൃഷ്ടിച്ചെടുത്ത അപാലവൃന്ദം ആരാധകരുണ്ട്. അങ്ങനെ സാധാരണക്കാരായ ആൾക്കാരടക്കം ഒരുപക്ഷെ അവർക്ക് ഈ സന്ദർശനത്തിനുള്ള അനുമതി ഉണ്ടാകില്ല സ്വാഭാവികമായുമെങ്കിലും അവിടത്തേക്ക് അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമാണ് എന്നറിഞ്ഞതിന് ശേഷം കണ്ണീരോടെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായും PS ശ്രീധരൻപിള്ള, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ MD വാസുദേവൻ നായരെ സന്ദർശിക്കുവാൻ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ നിരവധി ആളുകൾ ആണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. MA ബേബി, മുഹമ്മദ് റിയാസ്, ശശീന്ദ്രൻ അടക്കമുള്ള പ്രമുഖർ ആശുപത്രിയിൽ എത്തിയിരുന്നു. സംവിധായകൻ ഹരിഹരനും ആശുപത്രിയിലെത്തിയിരുന്നു. PS ശ്രീധരൻപിള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ MD വാസുദേവൻ നായരെ സന്ദർശിക്കുവാനായി ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സന്ദർശനത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം MD വാസുദേവൻ നായരെ സന്ദർശിക്കുവാൻ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ തന്നെയും ആശുപത്രി അധികൃതരോടും ഒക്കെയായി ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അദ്ദേഹം MD വാസുദേവൻ നായരെ കാണുവാൻ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദൃശ്യമാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KP ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള MTയെ സന്ദർശിക്കാൻ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് ഇതിനകം MTയെ സന്ദർശിക്കാൻ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ആശുപത്രിക്കുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ദിഷ്ന കേൾക്കാമെങ്കിൽ ദിഷ്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രമുഖരായ സാഹിത്യകാരന്മാർ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകരൊക്കെയും അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്, അല്ലേ?
ദൃശ്യം കേൾക്കാമെങ്കിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും അല്പസമയം മുമ്പ് കണ്ടതുപോലെ തന്നെ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഗോവ ഗവർണർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ആശുപത്രിക്കുള്ളിലേക്ക് പോയി കഴിഞ്ഞു. ഒപ്പം മന്ത്രിമാരടക്കം ജനപ്രതിനിധികളടക്കം സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ നിരവധി പ്രമുഖരാണ് MTയെ സന്ദർശിക്കാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നേരിട്ടറിയാൻ അവിടേക്ക് എത്തിയിരിക്കുന്നത്. അനേകം പേർ എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. നിരവധി സാധാരണക്കാരായ ആൾക്കാർ ഈ ആശുപത്രി വളപ്പിലേക്ക് ആശുപത്രി പരിസരത്തേക്ക് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലാണ് MT വാസുദേവൻ നായർ എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന, അല്ലേ? തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സാഹിത്യത്തിൽ ഏറ്റവും പ്രമുഖനായ എഴുത്തുകാരനെ തേടി നിരവധി ആളുകൾ KP നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകളിലുപരി സാധാരണക്കാരായ ആളുകൾ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നത് അദ്ദേഹം എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ തന്നെയാണ്. നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അല്പസമയം മുൻപാണ് ഇവിടെ എത്തിയത്. അദ്ദേഹം MT വാസുദേവൻ നായരെ കാണുവാൻ വേണ്ടി ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രവേശിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടു. അത്തരത്തിൽ നിരവധി രാഷ്ട്രീയ പ്രമുഖരായ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹരിഹരൻ സംവിധായകനായ ഹരിഹരൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി സന്ദർശനം നടത്തി മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ, AK ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ സന്ദർശനം നടത്തി മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആരോഗ്യസ്ഥിതി നേരത്തെ വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. KP കോഴിക്കോട് നിന്നും ദിഷ്ണിയാണ് വിവരങ്ങൾ നൽകിയത്.